ബീഹാർ ആര് നേടും? NDAക്ക് അടിപതറുമോ? ഇന്ത്യ സഖ്യം ഭരണം പിടിക്കുമോ? NBNI മെഗാ പ്രീ പോൾ സർവേ ഫലം. സ്ഥലം പാറ്റ്ന, ബീഹാർ. സംരക്ഷണം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ബീഹാർ രാഷ്ട്രീയത്തിലെ നിർണായക പോരാട്ടം. ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാനം ഒരു അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിലവിലുള്ള ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യവും ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് സഖ്യവുമാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. ആകെയുള്ള 243 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് ആവശ്യമായുള്ളത്. NBNI നടത്തിയ പ്രീ പോൾ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇരു മുന്നണികളുടെയും ശക്തി ദൗർബല്യങ്ങളും ജനവിധി എങ്ങനെയാകുമെന്നും NBNI വിശകലനം ചെയ്യുന്നു. ഭരണമുന്നണി NDA സഖ്യം BJP, JDU, HAM, LJP. സംസ്ഥാനത്ത് വർഷങ്ങളായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാർ നയിക്കുന്ന NDA സഖ്യം ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. NDAയുടെ വിജയ ഘടകങ്ങൾ: അടിസ്ഥാന സൗകര്യ വികസനം, ഗ്രാമീണ റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി ലഭ്യത എന്നിവയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ പുരോഗതി ഉണ്ടായി. ഇത് നിതീഷ് കുമാറിന്റെ വികാസ് പുരുഷ് എന്ന പ്രതിച്ഛായയ്ക്ക് കരുത്തു നൽകുന്നു. BJPയുടെ കേന്ദ്രബലം: നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും BJPക്ക് ഗുണകരമാവുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർ: സ്ത്രീ ശാക്തീകരണ പദ്ധതികളും മദ്യനിരോധനവും നിതീഷ് കുമാറിന് ഇടത്തരം പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീ വോട്ടർമാരുടെ ശക്തമായ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. NDAയുടെ തിരിച്ചടികൾ: തൊഴിലില്ലായ്മ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഉയർന്ന യുവജന തൊഴിലില്ലായ്മ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി. മാറിയ കൂട്ടുകെട്ട്: സഖ്യത്തിലുണ്ടായ മാറ്റങ്ങളും രാഷ്ട്രീയപരമായ അസ്ഥിരതകളും ഭരണത്തിനെതിരെ ചില വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ടാക്കി. അഴിമതി ആരോപണങ്ങൾ: പ്രാദേശിക തലങ്ങളിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഭരണത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു. പ്രതിപക്ഷം: ഇന്ത്യ സഖ്യം RJD, കോൺഗ്രസ്, VIP, ഇടതുപക്ഷം. ബീഹാറിലെ യുവനേതാവായ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യം ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നയിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ: തൊഴിലിനായുള്ള മുറവിളി. തൊഴിൽ എന്ന ഒറ്റ അജണ്ടയിലൂന്നിയുള്ള തേജസ്വി യാദവിന്റെ പ്രചാരണം യുവാക്കളെ ആകർഷിക്കുന്നു. പരമ്പരാഗത വോട്ട് ബാങ്ക്: മുസ്ലിം യാദവ വോട്ട് ബാങ്കിൽ RJDക്കുള്ള ശക്തമായ സ്വാധീനം സഖ്യത്തിന് വലിയ അടിത്തറ നൽകുന്നു. ഭരണവിരുദ്ധ വികാരം: കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ വെല്ലുവിളികൾ: RJDയുടെ പഴയ പ്രതിച്ഛായ. RJDയുടെ മുൻകാല ഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമവാഴ്ചയില്ലായ്മ, അതായത് ജംഗിൾ രാജ് എന്ന പ്രതിച്ഛായയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും ചില വിഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. നേതാക്കളുടെ ഏകീകരണം: വിവിധ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളുടെയും അണികളുടെയും ഏകീകരണം എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി: ശക്തനായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകാം. ജനവിധി സർവേ ഫലം: ആകാംക്ഷയുടെ മുൾമുനയിൽ ബീഹാർ. ഇരു മുന്നണികളുടെയും ശക്തി ദൗർബല്യങ്ങൾ വിലയിരുത്തിയ ശേഷം ദവാൽ പോൾ സർവേയുടെ അന്തിമ ഫലപ്രഖ്യാപനം NBNI ഇവിടെ അവതരിപ്പിക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ NDA സഖ്യം കനത്ത തിരിച്ചടി നേരിടാനാണ് സാധ്യതയെന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് നടത്തിയ പ്രീ പോൾ സർവേ സൂചന നൽകുന്നു. ഇന്ത്യ സഖ്യം 110 മുതൽ 130 സീറ്റുകൾ വരെ നേടുമെന്നും, അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 122 എന്ന മാന്ത്രിക സംഖ്യയുടെ അടുത്തോ അല്ലെങ്കിൽ അല്പം മുകളിലോ എത്താൻ സാധ്യതയുണ്ട്. അതായത് സംസ്ഥാനത്ത് ഒരു തൂക്ക് സഭയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേരിയ ഭൂരിപക്ഷത്തിലേക്കോ നീങ്ങാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. BJPയേക്കാൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി രാഷ്ട്രീയ ജനതാദൾ മാറിയേക്കാം. എങ്കിലും തൂക്ക് സഭയുടെ സാധ്യത നിലനിൽക്കുന്നതിനാൽ ചെറുകക്ഷികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 10 മുതൽ 20 വരെ സീറ്റുകൾ ആരാണ് ബീഹാറിനെ ഭരിക്കുക എന്ന തീരുമാനത്തിൽ നിർണായക പങ്കുവഹിക്കും. ആകാംക്ഷയുടെ ഈ മുൾമുനയിൽ നിന്ന് യഥാർത്ഥ ജനവിധി ആർക്കൊപ്പം എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. തുടർച്ചയായ വിശകലനങ്ങളുമായി NBNI നിങ്ങളോടൊപ്പം ഉണ്ടാകും.